എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ കോംബോ ആയിട്ടാണ്. അതായത് 3 തരം കറികളും അതുപോലെ തന്നെ ചോറും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇതിന് മുൻപ് നിങ്ങൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, ഇതിൽ ഒരുപാട് വിനാസ്കറികൾ ഒരുപാട് കറികളുണ്ട്, നിങ്ങൾ കമ്പൈൻ ചെയ്യാനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് വീണ്ടും റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സായ കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന 3 റെസിപ്പീസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ ഞാനിനി തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലുള്ള കോമ്പിനേഷൻസ് നിങ്ങൾ കാണിക്കാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീനാസ് കറിവെള്ളിലെ ഫസ്റ്റ് കോംബോ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്കിന്ന് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയാലോ. എന്തൊക്കെ കറികളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞുതരാം. ഓൾറെഡി ഞാൻ എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പും തക്കാളിയും ഉള്ളിമുളകും കുത്തി കാച്ചിയത്, അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും തോരൻ, പിന്നെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി. ഇത് 3ആണ് നമ്മൾ ഇന്നത്തെ കറികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നും തനിയെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് 3 കറികളും ഒരേ സമയം തന്നെ അടുപ്പിൽ വെക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ സാധാരണ വീട്ടിൽ ഞാൻ ചെയ്യുമ്പോൾ 3 ഒരുമിച്ച് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് തൂരപ്പരിപ്പ്, നിങ്ങൾക്ക് തൂരപ്പരിപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിന് പകരമായിട്ട് കടലപ്പരിപ്പും ഉപയോഗിക്കാം. അപ്പോൾ 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് അതിൽ നിന്നെല്ലാം നന്നായി വാഷ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പാണിത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. നിങ്ങൾക്ക് ഈ കറി തക്കാളി ചേർത്തും ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. എനിക്കിവിടെ പക്ഷേ തക്കാളി ചേർത്ത കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു തക്കാളി, നല്ല പഴുത്ത അധികം പുളിയില്ലാത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1/2 തക്കാളി മതിയാകും. എല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് ഈ പരിപ്പ് പുറത്തേക്ക് തൂക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ആ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നമ്മുടെ പരിപ്പ് കറിക്ക് കൂടും. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ഉള്ളിയും മുളകും കുത്തി കാച്ചുന്ന സമയത്താണ് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കറിവേപ്പില ചേർക്കണ്ട. മീഡിയം ഫ്ലെയിമിലോട്ട് ഓൺ ചെയ്തതിന് ശേഷം ഒരു വിസിലാണെന്നുണ്ടെങ്കിൽ ആ വിസിൽ വന്ന ഉടനെ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യണം. കാരണം ഇത് 1/2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. പെട്ടെന്ന് തന്നെ വെന്ത് പോകും. അല്ലെങ്കിൽ ജസ്റ്റ് ആവി വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി വന്നു കഴിഞ്ഞാൽ അങ്ങ് ഓഫ് ചെയ്തിടും. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യും. അപ്പോഴേക്കും പരിപ്പ് നന്നായി കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. അതിനുശേഷം അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് തീ വയ്ക്കാം. നമ്മുടെ പരിപ്പാടെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് കുക്കറിൽ. ആ സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ ഉണ്ടാക്കാം. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ പൊട്ടറ്റോ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണിത്. ഇത് മീഡിയം സൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ മുറിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരാൻ തുടങ്ങും ഈ പൊട്ടറ്റോൻ്റെ പുറം വശത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉണക്കമുളകും കൂടി നന്നായി ചതച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഉള്ളിമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക, കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്ന വരെ അങ്ങ് വഴറ്റുക. ഏകദേശം ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കണം. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് പൊട്ടറ്റോ ഇതിലോട്ട് അങ്ങ് കോരിയിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് പെട്ടെന്ന് ആവുന്ന കറികളാണ്. അപ്പോൾ 4 അടപ്പുണ്ടെങ്കിൽ ചോറും 3 കറിയും റെഡിയാവും. രസം വെക്കണമെങ്കിൽ രസം വെക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോ ഇതായിട്ട് കാണിക്കാം. പിന്നെ കുറച്ച് ചാറും പപ്പടം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തൈരും കൂട്ടി നമുക്കങ്ങ് ഒരു പിടി പിടിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് ഇതിൻ്റെ പച്ചമണം മാറട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി മുളകും ഇത്തിരി അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ സൂക്ഷിച്ചിടണം കേട്ടോ. ഇപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ആ പൊട്ടറ്റോ ഇടുമ്പോൾ ഉപ്പ് അതിലോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് വെള്ളത്തിൽ നിന്ന് അങ്ങ് കോരി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഉള്ളിയും മുളകും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് അങ്ങ് കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് അങ്ങ് ഉലർത്തിയെടുക്കാം. ഓക്കെ,
ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലത്തെ വെള്ളം തന്നെ മതിയാകും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ പരിപ്പ് ഓൾറെഡി വെന്തിട്ടുണ്ട്, പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പരിപ്പ് റെഡിയാക്കണം. പീസ് എടുത്ത് മുറിച്ച് നോക്കുക. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടച്ച് വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. ഉപ്പ് നോക്കാൻ മറക്കരുത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് കറക്റ്റാണ് കേട്ടോ, എല്ലാം പാകമാണ്. എരിവാണെങ്കിൽ നമുക്ക് ഇത്തിരി സ്പൈസിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പരിപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. ഇവിടെ പരിപ്പ് ഓൾറെഡി കുക്കായിട്ടുണ്ട്, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് കുക്കാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഓവറായി കുക്കായി കഴിഞ്ഞാൽ അങ്ങനെ പരിപ്പിൻ്റെ കറിക്ക് അങ്ങനെ ഒരുപാട് തിക്നെസ് കൂടിപ്പോവും. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ചെറിയുള്ളി, 1.5 ടീസ്പൂൺ ചതച്ച മുളകും കൂടി നന്നായിട്ട് അങ്ങ് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് വെക്കാം കേട്ടോ. പിന്നെ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം. ഒരു 1/2 സവാള നൈസാക്കി അരിയുക. അതുപോലെ തന്നെ ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതും മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും നന്നായി വഴണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പരിപ്പും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ലൂസായിട്ടായിരിക്കും ഈ കറി ഇരിക്കുക. അപ്പോൾ ഓവറായിട്ട് പരിപ്പ് വെന്തിട്ടില്ല, കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പരിപ്പ്. അതല്ലെങ്കിൽ വെന്തുടഞ്ഞു കഴിഞ്ഞാൽ ഈ കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതായത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം, അതായത് ഉപ്പും ഒക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇതാണ് എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട പരിപ്പ് കറി. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ സ്പോട്ട് ഓൺ ആണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്താൽ മതി. 3 അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം, നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് മതി. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട്. ഇത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കട്ടയായിട്ടുണ്ടെങ്കിൽ, ഇത് കട്ടയാവാൻ വഴിയില്ല, എന്നാലും കട്ടയായിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ക്യാബേജും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും വളരെ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം അതിൽ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ളതാണത്. വെള്ളം പിഴിഞ്ഞ് കളയുന്ന ഒരു നിർബന്ധമില്ല. സദ്യ ക്യാബേജിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം പിഴിഞ്ഞ് കളയേണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചതച്ചതാണ്. അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത്. ഉപ്പ് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള കാരണം അല്പം ഉപ്പിൻ്റെ കുറവുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇതിലൊട്ടും തന്നെ വെള്ളമില്ല, എല്ലാ വെള്ളം ഞാൻ പിഴിഞ്ഞ് ഓൾറെഡി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ, അതായത് ഉപ്പ് എങ്ങനെയുണ്ട് നോക്കണം. എനിക്ക് ഉപ്പ് പാകത്തിനാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാബേജ് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു കടായിയോ ചീനച്ചട്ടിയോ എടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായി ചൂടാവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെക്കണം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊട്ടട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഇവിടെ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ച് വെക്കാൻ പാടില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കേട്ടോ. 2 വെജിറ്റബിൾസും പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. മാത്രമല്ല അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്കങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ മറക്കരുത്. എരിവ് പോരാൻ തോന്നണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുറിച്ചിട്ട് കൊടുത്താലും മതിയാവും. ക്യാബേജ് എങ്ങനെ മുറിക്കാന്നൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കടുകിൻ്റെ കൂട്ടത്തിൽ കൂടെ ഉഴുന്നുപരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇട്ട് വെച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിതിൽ ചേർത്തിട്ടില്ല. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കും. ഈ അവസാനം ഇതെല്ലാം റെഡി ആയതിനു ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്താ പറയുക, ക്യാബേജ് മാത്രം മതി. ക്യാരറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ക്യാബേജും ക്യാരറ്റും തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫൈനലായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട്.
ഇത്രയും ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ എന്താ പറയുക കുഴഞ്ഞിരിക്കാത്ത തോരനാണ് നമ്മുടെ. അതായത് ഇത് അടച്ചു വെച്ചിട്ടില്ല നമ്മൾ, പിന്നെ പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ചോറിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കറികളും സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ തൈര് വിളമ്പാൻ പോകുന്നു. ഞാൻ തൈരിലേക്ക് ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി വളരെ നൈസാക്കി അരിഞ്ഞ് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ തൈരാണ്. അപ്പോൾ കുറച്ച് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചാറാണെങ്കിൽ അച്ചാറും കൂടെ വിളമ്പാട്ടോ. ഞാൻ നാരങ്ങ അച്ചാറാണ് വിളമ്പിയിരിക്കുന്നത്. ഇപ്പോൾ നോൺ വെജുകാർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ച് കഴിക്കാം, അതല്ലെങ്കിൽ മീൻ വറുത്തതാണെങ്കിലും കോമ്പിനേഷൻ ആയി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതാണ് ഇന്നത്തെ എൻ്റെ കോംബോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ എന്തെങ്കിലും ഇതുപോലെ വീട്ടിൽ ചെയ്യുമ്പോൾ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന കോമ്പിനേഷൻ കാണിച്ചു തരാം തീർച്ചയായിട്ടും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പിടിപിടിക്കാൻ പോവുകയാണ്. പിള്ളേർ വരാറായി. അപ്പോൾ ചോറുണ്ടാക്കുന്ന വീഡിയോ, ചോറ് കുക്കറിൽ എങ്ങനെയാണ് മട്ട റൈസ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങളും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നീ കട്ട് ചെയ്തോ the way you want it. Anyway, I want it to be in perfect square. ചെയ്തോ. നേരെ ഒരു വര വരച്ചോ. It's like this? നേരെ വരച്ചോ. Okay. So here? വയനെടുക്കില്ലട്ടോ, വേഗം ആവട്ടെ, വേറെ പണീൻ്റെ ആൾക്കാർക്ക്. And then here? പോരാ, അത്ര മതിയില്ലേ? ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് കഴിച്ചോ. ഇനിയിപ്പോ Looks so nice and looks so nice. doesn't look nice. It looks nice. When I just